പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാൻ, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പക്ഷപാതിത്വവും അന്ധവിശ്വാസവും അനാചാരവും നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക്, അതല്ലാത്ത തനിമയാർന്ന ഇസ്ലാമിൻ്റെ ആദർശം കൊണ്ടു നടക്കുന്ന ആളുകളോട് എപ്പോഴും ദേഷ്യവും വാശിയും എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞ് അവരെ ഇല്ലാതാക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. ആരോപണങ്ങൾ പറയുക, പുത്തൻവാദി എന്ന് വിളിക്കുക, എന്നിട്ട് അതേ പുത്തൻവാദം കൊണ്ട് ജീവിതത്തിൽ നടക്കുക എന്നത് ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ ചെയ്തു വരുന്നുണ്ട്. അതിൽ കണ്ണിന് അന്ധത ബാധിച്ച ഒരു ഉസ്താദ് എന്ന് വെച്ചാൽ ശരിയായ കാഴ്ച നഷ്ടപ്പെട്ടു എന്നല്ല, ഇത്തരം വിഭാഗീയതയും അതുപോലെ തന്നെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് സത്യം വിളിച്ചു പറയുന്നവരോടുള്ള അന്ധമായ വെറുപ്പ് കാരണത്താൽ അന്ധത ബാധിച്ചവൻ. ആ ഉസ്താദ് ഒരു കാര്യം പറയുന്നുണ്ട്, അത് കേട്ടിട്ട് നമുക്ക് മറ്റൊരു ട്വിസ്റ്റിലേക്ക് പോകാം. എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാൻ, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്, നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. വല്ലാത്ത കണ്ടുപിടുത്തമായി പോയത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്നു പ്രാർത്ഥിക്കുന്നത് സമസ്തക്കെതിരെ സലഫികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തൻ്റെ അനുയായികളോട് വിളംബരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അന്ധത എത്രമാത്രം തീവ്രമായി അവരെ ബാധിച്ചു എന്നാണ് ഈ ഒരു സമയത്ത് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ ട്വിസ്റ്റ് എവിടെയെന്നറിയോ? KP സമസ്തയിലെ നായകനായ AP അബൂബക്കർ ഉസ്താദ്, അദ്ദേഹം ഒരു സദസ്സിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശിരിക്കാൻ, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരേ ടീമിലുള്ള രണ്ടുപേർ രണ്ടഭിപ്രായത്തിലാണ്. അതിൽ കണ്ണിന് അന്ധത ബാധിച്ചതോടുകൂടി സലഫികളുടെ പ്രാർത്ഥന, അത് ഒരു നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയെ അത് സലഫികൾ സമസ്തക്കെതിരെ ഉണ്ടാക്കിയ അഴിച്ചുവിട്ട പ്രാർത്ഥനയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെയൊക്കെ തലയിൽ എന്താണ് കയറിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ആ തലപ്പാവിനുള്ളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ ഗ്രഹിക്കാനും സത്യത്തിനോടൊപ്പം അണിചേർന്ന് നിൽക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇത്തരം ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനാണ് ഇങ്ങനെ അന്ധമായ വിരോധം വെച്ച് നടക്കുന്നത്? വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും അതിൻ്റെ സത്യസന്ധമായ ശരിയായ റൂട്ടിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കൊണ്ടാണോ? അതല്ല നിങ്ങൾ പറയുന്നതിനൊത്ത് നമ്മൾ നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണോ? ഏതായാലും സത്യം വിജയിക്കും, അധർമ്മം പരാജയപ്പെടുമെന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ അവിടെ വിജയിക്കുന്ന ഒരു കക്ഷിയുണ്ടാകും. അവിടെ വിജയിക്കുന്നത് സത്യം മാത്രമായിരിക്കും. അവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടവർ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും സ്വർഗത്തിലുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ മുശ്രിക്കാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് തൗഹീദിലേക്ക് മടങ്ങണം എന്നത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങൂ, സുന്നത്തിലേക്ക് മടങ്ങൂ എന്ന് മാത്രമാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഖുർആനിലേക്ക് മടങ്ങി പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കൊത്തു ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.